ബി.ജെ.പി. നേതാവായ ശോഭാ സുരേന്ദ്രൻ തനിക്ക് നൽകാനുണ്ടായിരുന്ന 10 ലക്ഷം രൂപ തിരികെ നൽകിയെന്ന് ദല്ലാൽ നന്ദകുമാർ. വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. ഏപ്രിൽ 7-ന് പണം അക്കൗണ്ടിലൂടെ നൽകിയെന്നാണ് നന്ദകുമാർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഹരിഹരൻ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് തുക ലഭിച്ചതെന്നും നന്ദകുമാർ പറഞ്ഞു. ഭൂമി നൽകാമെന്ന വാഗ്ദാനത്തിലാണ് പണം വാങ്ങിയതെന്നും പിന്നീട് ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വിവാദം ഉണ്ടായതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇപ്പോൾ പണം തിരികെ ലഭിച്ചതിനാൽ കേസ് പിൻവലിക്കുമെന്നും നന്ദകുമാർ പറഞ്ഞു. അതേസമയം ശോഭയുടെ ചെറ്റത്തരമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്നും നന്ദകുമാർ പറഞ്ഞു. ഒരിക്കലും തനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എടുത്തുചാട്ടക്കാരിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു. മധ്യസ്ഥരുടെ അക്കൗണ്ട് വഴിയാണ് പണം നൽകിയതെന്നും ഏത് അക്കൗണ്ടിലേക്കാണ് തുക നൽകേണ്ടതെന്ന് മുൻകൂട്ടി വിളിച്ചു ചോദിച്ചതായും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. കൂടാതെ ഇ.പി. ജയരാജനെ ചുറ്റിപ്പറ്റിയ വിവാദം അടിസ്ഥാനരഹിതമാണെന്ന് നന്ദകുമാർ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച ശോഭ തോൽക്കുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിലാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. ശോഭ വലിയൊരു തട്ടിപ്പുകാരിയാണെന്നായിരുന്നു അന്ന് നന്ദകുമാർ പറഞ്ഞിരുന്നത്. തനിക്ക് നൽകാനുള്ള 10 ലക്ഷം രൂപ പലതവണ ആവശ്യപ്പെട്ടിട്ടും തിരികെ തന്നില്ലെന്നും അന്ന് നന്ദകുമാർ പറഞ്ഞിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഈ പണം ശോഭയ്ക്ക് നൽകിയത്. എന്നാൽ രേഖകളിൽ വ്യക്തതയില്ലാത്തതിനാലായിരുന്നു പണം തിരികെ ചോദിച്ചതെന്നും അന്ന് നന്ദകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പി. വിട്ട് LDF-ൽ ചേരാൻ ആലോചിച്ചിരുന്നതായും എന്നാൽ അവർ ആവശ്യപ്പെട്ട തുക കൂടുതലായതിനാൽ ശോഭ ആ തീരുമാനം മാറ്റിയതായും നന്ദകുമാർ 2024-ൽ വെളിപ്പെടുത്തിയിരുന്നു.